ഇറാനിൽ അവയവക്കടത്തിനിരയായ പാലക്കാട് സ്വദേശി ഷമീർ തമിഴ്നാട്ടിലുണ്ട് എന്ന് സൂചന വരുന്നു. ഇയാൾ കടുത്ത ആരോഗ്യ പ്രശ്നം നേരിടുന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഷമീർ അവയവക്കടത്തിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്ന പോലീസ് ഇറാനിലുള്ള സംഘത്തിലെ പ്രധാനി മധുവിനെ കണ്ടെത്താൻ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കും. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഇന്നലെ തമിഴ്നാട്ടിൽ അന്വേഷണം ആരംഭിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ചില പുതിയ കണ്ടെത്തലുകൾ അവയവക്കടത്ത് കേസുമായി പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് സ്വദേശി ഷമീറിന്റെ കാര്യമാണ്. ഇയാൾ ഈ കേസിൽ ഇരയാക്കപ്പെട്ടയാളാണ്. ഇയാളുടെ വൃക്ക എടുത്തു എന്നുള്ളതാണ് ഈ കേസിലെ പ്രധാന പരാതിക്കുള്ള ഒരു ആധാരം, അല്ലെങ്കിൽ കണ്ടെത്തലിലേക്ക് നയിച്ച ആധാരം. ഇയാൾ ചെന്നൈയിലുണ്ട് അല്ലെങ്കിൽ തമിഴ്നാട്ടിലുണ്ട് എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. നേരത്തെ ഇയാൾ നാട്ടുകാർ ഉൾപ്പെടെ വ്യക്തമാക്കിയത് ബാങ്കോക്കിൽ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഷമീർ ചെന്നൈയിൽ എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇയാളുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ഒരുപക്ഷെ ഈ ശസ്ത്രക്രിയ ഉൾപ്പെടെ കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിലായിരിക്കും അത്തരത്തിലൊരു മോശം ആരോഗ്യസ്ഥിതിയിൽ എത്തിയത്. പക്ഷേ ഇയാൾ നിരവധി പരാതികളൊന്നും പെടാത്തൊരു പശ്ചാത്തലത്തിൽ ഇയാളെ അറസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റഡിയിലേക്ക് നടപടികൾ പോലീസിന് വലിയ വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. ഇയാൾക്ക് പണം ലഭിച്ചതായും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇയാളെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും ആരംഭിച്ചു. ഇതിനിടയിലാണ് ഈ കേസിലെ പ്രധാനി എന്ന് കരുതുന്ന മധുവിനെ ഇറാനിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം റൂറൽ പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. മധുവിനായി ബ്ലൂ കോർണർ പുറപ്പെടുവിക്കാനാണ് നിലവിൽ ശ്രമിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മധുവിന്റെ വിർച്വൽ കമ്പനി കങ്ങരപ്പടിയാണ് അതിന്റെ മേൽവിലാസം നൽകിയിരിക്കുന്നത്. ആ കമ്പനി വഴിയാണ് സാമ്പത്തിക ഇടപാടുകൾ നടന്നതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സജിത്തിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. ഇന്ന് അങ്കമാലി മാജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യും. SK. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.